എറണാകുളം കുമ്പളങ്ങി മാർക്കറ്റിൽ ഒരാളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. തമിഴ്നാട് സ്വദേശി മാഹിനാണ് മരിച്ചത്. പ്രതിയെന്ന് സംശയിക്കുന്ന ആളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി സെഫിനിസ് അലിയാർ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. സെഫിനിസ്, എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് മനസ്സിലാകുന്നത്? ഇന്ന് രാവിലെ 8:30 കൂടിയാണ് ഇങ്ങനെ ഒരാൾ കൊല്ലപ്പെട്ട നിലയിൽ ഈ സ്ഥലത്ത് കിടക്കുന്നതായ വിവരം പോലീസിലേക്ക് ലഭ്യമാകുന്നത്. ഇന്ന് രാവിലെ ഇവിടെയുള്ള എത്തിയ ജീവനക്കാരാണ് ഈ ഷട്ടറിന്റെ അകത്ത് മരിച്ചു കിടക്കുന്നത് കണ്ടത്. അത് നേരത്തെ മുതൽ ഇവിടെ ചെരുപ്പടക്കമുള്ള കുടയടക്കമുള്ള പണികൾ ചെയ്യുന്ന ഈ മാർക്കറ്റിന്റെ മുൻപിൽ തന്നെ പണിയെടുക്കുന്ന ആളാണ്. ആൾ സ്ഥിരമായി ഇവിടെ കടത്തിണ്ണയിലായിരുന്നു കിടക്കുന്നത്. പക്ഷേ ഈ പച്ചക്കറി കടയുടെ ഉടമ ഇങ്ങനെ കടത്തിണ്ണയിൽ കിടക്കേണ്ട, രാത്രി വന്ന് ഷട്ടർ തുറന്ന് അവിടെ കിടന്നോളൂ എന്ന് പറഞ്ഞ് അവിടെ കിടത്തിയിരുന്നതാണ്. കുറെ കാലങ്ങളായി ആൾ ഈ കടയ്ക്കുള്ളിൽ തന്നെയാണ് കിടക്കുകയും ചെയ്തിരുന്നത്. ഇന്നലെ രാത്രിയാണ് ഈ കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. അത് എത്ര സമയത്താണ് എന്നുള്ളത് പോലീസിന് കൃത്യമായ വിശദാംശങ്ങൾ അറിയാം. പക്ഷേ പോലീസ് വ്യക്തമാക്കുന്നില്ല. ഇവിടെ കടയിൽ തന്നെ ഒരു CCTV ഉണ്ട്. ഈ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളെ, കുമ്പളങ്ങി സ്വദേശി തന്നെയാണ്, ഇയാളെ പിടികൂടിയിരിക്കുന്നത്. ഈ മരിച്ചയാൾ തമിഴ്നാട് സ്വദേശിയാണ്, മാഹിൻ എന്നാണ് ഇയാളുടെ പേര്. പക്ഷേ ഇയാൾ വർഷങ്ങളായി കുമ്പളങ്ങിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. ചേട്ടാ, ഇത് എപ്പോഴായിട്ടാ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്? ഇന്നലെ രാത്രി ഒരു 10:30 കഴിഞ്ഞതിന് ശേഷമാണ് കട തുറന്നിട്ടേക്കണ, നമ്മൾ അടച്ചിട്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ കാലത്ത് പച്ചക്കറി മേടിക്കാൻ പറ്റുന്ന ആൾക്കാർ അവനെ കട തുറന്നിട്ട് പെട്ടെന്നാണ് ഞങ്ങൾ അറിയുന്നത് ഇങ്ങനെ സംഭവം ഉണ്ടായെന്നുള്ളതും. ഇങ്ങനെ അതിവിടുത്തെ ഒരു കഞ്ചാവ് അടിച്ചൊരു ടീമാണ് ഈ പുള്ളിനെ കൊന്നേക്കണം എന്നുള്ളത് വ്യക്തമായി ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. പക്ഷേ അയാളെ പിടിക്കുകയും ചെയ്തു പോലീസുകാർ. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് ഇവിടെ കുറേയധികം കഞ്ചാവുകൾ ധാരാളം ഉണ്ട്. ഒത്തിരി ചെറുപ്പക്കാർ പിള്ളേർ ഇവരെ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി കിട്ടിയാൽ ഞങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും. കാരണം അവരുടെ ഉപദ്രവം സഹിക്കാൻ പറ്റുന്നില്ല. പല രീതിയിലുള്ള ഉപദ്രവങ്ങളാണ് അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കവർച്ചയുടെ ഭാഗമായിട്ടുള്ള കൊലപാതകം അവർക്ക് ഭക്ഷണവും കാര്യങ്ങളൊന്നും കിട്ടാൻ വഴിയില്ലല്ലോ. അപ്പോൾ എങ്ങനെയെങ്കിലും അവിടെ ഇയാളെന്ന് പറഞ്ഞാൽ 10 വർഷത്തോളമായി ഈ മനുഷ്യൻ ഇവിടെ സ്ഥിരമായിട്ട് ഇവിടെ കുട തയ്ക്കുകയും അത് കഴിഞ്ഞിട്ട് രാത്രി കടയിൽ കയറി കിടക്കുകയും ചെയ്യും. ആളെ അനുവദിച്ചു കൊടുത്തിരിക്കുക കടയിലെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഉപദ്രവം കിട്ടത് വളരെ വിഷമിക്കുന്നൊരു കാര്യം. ഇനി ഫോറൻസിക് വിദഗ്ധരെത്തി ഇൻക്വസ്റ്റ് നടപടികളടക്കം പൂർത്തിയാക്കിയാൽ ഇത് ഈ മരണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. പക്ഷേ എന്തായാലും കഴുത്ത് മുറിച്ചാണ് ഈ മരണം ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ഈ പ്രദേശവാസി തന്നെയാണോ ഈ കസ്റ്റഡിയിലുള്ള? അവനിവിടെയാണ്, ഇതിനകത്ത് തന്നെയാണ്. അഞ്ജന ആള്. വേറെ ഒരു പയ്യനും കൂടി ഉണ്ടായി. എല്ലാം ഇവിടെ ഇതിനകത്ത് ഇതിന്റെ പുറത്താണ് ഇരിക്കണം സ്ഥിരമായിട്ട്. ഇയാളുമായിട്ട് മരിച്ച ഈ മാഹിൻ എന്ന് പറയുന്ന ആളുമായിട്ട് ഇവർക്ക് വ്യക്തിപരമാക്കിയ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അയാള് കാലത്ത് കുട തയ്ക്കണത് അവിടെ ഇരുന്ന്, അർച്ചന ബേക്കറിയുടെ അവിടെ ഇരുന്ന് കുട തയ്ക്കണത് കുട്ടിയാണ്. അയാൾ വേറെ അലമ്പൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യനാണ്. അയാൾ വർഷങ്ങളായിട്ട് ഇവിടെ ഇതിനകത്താണ് കിടക്കണം. അവർ കിടക്കാനുള്ള അനുവാദം കൊടുത്തേക്കണല്ലോ. പണം തട്ടിയെടുക്കാൻ അങ്ങനെ ഇരിക്കുള്ളൂ. നിങ്ങൾക്ക് കഞ്ചാവ് അടിക്കാനുള്ള ഇതിന് വേണ്ടി വല്ല പൈസ ഇയാളുടെ പണിയെടുത്ത കാശുണ്ടാവില്ല, അത് തട്ടാൻ വേണ്ടിയുള്ള ഇതിനായിരിക്കുള്ളൂ. ഇപ്പോൾ പ്രദേശവാസിയായ ഒരാളാണ് കസ്റ്റഡിയിലുള്ളത്. ഇയാൾ ലഹരിക്ക് അടിമയാണ് എന്നാണ് പ്രദേശവാസികളടക്കം പറയുന്നത്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികളടക്കം പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റുകയും ചെയ്യും. എന്തായാലും തമിഴ്നാട് സ്വദേശിയാണ് മരിച്ചത്. ആളുടെ കുടുംബമടക്കമുള്ള ആളുകൾ ഇവിടെ എത്താനുണ്ട്. അതിനുശേഷമാകും അത്തരത്തിലുള്ള നടപടികളിലേക്കൊക്കെ പോലീസ് കടക്കുക. എന്തായാലും ഇതൊരു പച്ചക്കറി കടയാണ്, മാർക്കറ്റിന്റെ അകത്ത് തന്നെയാണ്. ആ പച്ചക്കറി കടയിലാണ് ഇങ്ങനെ ഒരു കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. ഈ പ്രദേശവാസികളെ തന്നെ ആ ഒരു ഞെട്ടലിൽ തന്നെയാണുള്ളത്. കാരണം എല്ലാ ദിവസവും കാണുന്ന, കുറേ വർഷങ്ങളായി അവർക്ക് പരിചയമുള്ള ഒരാളാണ്. തമിഴ്നാട് സ്വദേശിയാണെങ്കിലും ഈ നാട്ടുകാരനെ പോലെ തന്നെയാണ്. വർഷങ്ങളായി ഇവർക്കൊപ്പം സംസാരിച്ചും ഒക്കെ ആയിട്ട് എപ്പോഴും എല്ലാ കാര്യത്തിനും ഒപ്പം ഉണ്ടാകുന്ന ഒരാളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. എന്തായാലും അതിൽ ഇനി പോലീസിന്റെ മറ്റു നടപടികൾ അടുത്ത മണിക്കൂറുകളിൽ നടക്കുകയും ചെയ്യും.